എല്ലാ കൂട്ടുകാർക്കും സംസ്കൃതം ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ ഫാത്തിമ. യെസ് മക്കളെ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 4 മാർക്കിന് വരുന്ന ആസ്വാദനക്കുറിപ്പ് എങ്ങനെയാണ് എഴുതുക എന്നുള്ളതാണ്. ഒരു ആസ്വാദനക്കുറിപ്പ് വരുന്നു, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ശ്ലോകം തന്നിട്ട് അതിൽ നിന്ന് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമായ ശ്ലോകങ്ങൾ എടുത്തെഴുതുകയും അതിനെ കുറിച്ചിട്ടുള്ള ആസ്വാദനം എഴുതുക എന്ന് പറഞ്ഞിട്ട് ഒന്നാമത്തെ പാഠഭാഗമായിട്ടുള്ള പാഠത്തിൽ നിന്നും നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ എങ്ങനെയാണ് അത് ഹാൻഡിൽ ചെയ്യുക എന്നുള്ളതാണ് മിസ് ഇന്ന് ഇവിടെ പറയുന്നത്. നമുക്ക് നോക്കാം അല്ലെ. ഒരു മാതൃക മിസ് ഇവിടെ കൊടുക്കുന്നുണ്ട്. ആസ്വാദന ടിപ്പണിയുടെ ഒരു മാതൃക അല്ലെങ്കിൽ ആസ്വാദന ടീക്കായാഹ മാതൃക മിസ് ഇവിടെ പറയാണ്. നമുക്ക് നോക്കാം. ആദ്യം തന്നെ നിങ്ങൾ ഇഷ്ടതമം പദ്യം എന്ന് എഴുതണം. എന്തെഴുതണം? ഇഷ്ടതമം പദ്യം. ഇഷ്ടതമം പദ്യം എന്ന് എഴുതുന്നു അല്ലെ. ഇഷ്ടതമം പദ്യം, ഇഷ്ടപ്പെട്ട പദ്യത്തെ കുറിച്ചിട്ടാണ് എഴുതുന്നത്. യെസ്, അവിടെ എഴുതുന്നു. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് തന്നിട്ടുള്ള വരികളിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വരികൾ നിങ്ങൾ എടുത്തിട്ട് അവിടെ എഴുതുക. ഓക്കെ, ഇവിടെ മിസ് ഇഷ്ടപ്പെട്ട് എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുള്ളത് നമുക്കൊന്ന് വായിക്കാം. സരസമസൃണപി മലയച പങ്കം പശ്യതി വിഷമിവ വപുഷി സശംഖം. ഇല്ലേ, എന്താണ്? നമ്മുടെ ശരീരത്തിലേക്ക്, നമ്മുടെ രാധയുടെ ശരീരത്തിലേക്ക് എന്താണ് ചന്ദനലേപം നടത്തുന്ന സമയത്ത് പോലും അത് വിഷമായിട്ട് തോന്നുന്നു എന്ന് പറയുന്ന ഒരു ഭാഗമാണ് അല്ലെ. യെസ്, നമുക്ക് നോക്കാം. ശ്രീ ജയദേവേന വിരചിതം കാവ്യം ഭവതി ഗീതാഗോവിന്ദം. ശ്രീ ജയദേവൻ രചിച്ചിട്ടുള്ള കാവ്യമാണ് ഗീതാഗോവിന്ദം എന്ന് പറയുന്നത്. എന്താണ്? ശ്രീ ജയദേവൻ രചിച്ചിട്ടുള്ള കാവ്യമാണ്, ശ്രീ ജയദേവൻ രചിച്ചിട്ടുള്ള കാവ്യമാണ് ഏത്? ഗീതാഗോവിന്ദം എന്ന് പറയുന്നത്. യെസ്, തസ്മാത് ഉദ്ധൃതാഹ അയം ഭഗഃ. തസ്മാത്, അതിൽ നിന്ന്, തസ്മാത് എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന്, ഉദ്ധൃതഃ, ഉദ്ധൃതഃ എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൽ നിന്ന് എടുത്തിട്ടുള്ള ഭാഗമാണ് അയം ഭാഗഃ. ഇത്തരത്തിലുള്ള ഭാഗം എന്ന് പറയുന്നത് അതിൽ നിന്ന് എടുത്തിട്ടുള്ള ഭാഗമാണ്. ഏതത് മമ ഇഷ്ടതമഃ ശ്ലോകഃ ഭവതി. ഇതാണ് എൻ്റെ ഇഷ്ടപ്പെട്ട ശ്ലോകം എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പൊ ആദ്യം തന്നെ നമ്മൾ പറഞ്ഞു, ശ്രീ ജയദേവൻ രചിച്ചിട്ടുള്ള കാവ്യമായിട്ടുള്ള ഗീതാഗോവിന്ദത്തിൽ നിന്ന് എടുത്തിട്ടുള്ള വരികളാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇത്തരത്തിലുള്ള ശ്ലോകത്തിലുള്ള കവിതകളുടെ വരികൾ എന്ന് പറയും. അടുത്തത്, അഷ്ടപദ്യായാം അയം ഭാഗഃ അതീവ ഹൃദ്യഃ ഭവതി. എന്താണ്? അഷ്ടപദ്യാം, അഷ്ടപദ്യം, 8 പദ്യങ്ങളുള്ള ഈ ഒരു ഭാഗം അല്ലെ, അഷ്ടപദ്യയിലുള്ള ഈ ഒരു ഭാഗം വളരെ ഹൃദയത്തിൽ, ഹൃദ്യഃ ഭവതി, വളരെ മനസ്സിനെ ലോലപ്പെടുത്തുന്നതാണ്. ഹൃദ്യഃ, വളരെ രമണീയമാണ്, മനോഹരമാണ് എന്നൊക്കെ നമുക്ക് പറയാം. തത്ര വിരഹിണിയും രാധ വർണ്ണയതി. ആരെയാണ് വർണ്ണിക്കുന്നത്? വിരഹിണിയായിട്ടുള്ള രാധയെയാണ് ഇവിടെ വർണ്ണിക്കുന്നത്. ഓക്കെ, രാധയെ വർണ്ണിക്കുകയാണ് ചെയ്യുന്നത്. അവൾ എങ്ങനെയുള്ളവളായിരുന്നു? അവൾ വളരെ പ്രണയത്തിന്റെ നൈരാശ്യം കൊണ്ടല്ലേ, പ്രണയ നൈരാശ്യം കൊണ്ട് വളരെ വിരഹത്തിന്റെ തീവ്രത അനുഭവിക്കുന്ന രാധയുടെ ഒരു സന്ദർഭമാണ് ഈ ഒരു കവിതയിൽ ഉടനീളം, ഈ ശ്ലോകങ്ങളിൽ മുഴുവനും, ഈ ഒരു പാഠഭാഗത്ത് മുഴുവനും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. യെസ്, രാധ വിരഹാഗ്നൗ തപ്തായാഹ സ്വശരീരെ ശീതളമിവ പ്രാപ്തും ചന്ദനലേപം കരോതി. എന്താണ് പറയുന്നത്? രാധ എന്ത് ചെയ്യുകയാണ്? വിരഹാഗ്നൗ, വിരഹത്തിന്റെ അഗ്നിയിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? വിരഹം കൊണ്ടുണ്ടാകുന്ന ആ ഒരു തീയുടെ ചൂട്. ഓൾറെഡി നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളെ നഷ്ടപ്പെടുക എന്ന് പറയുന്നത് വളരെ പെയിൻഫുൾ ആണ് അല്ലെ. നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരാളെ നമ്മളിൽ നിന്ന് അകന്നു പോകുക, അല്ലെങ്കിൽ അവളെ അവോയ്ഡ് ചെയ്യുക, അവരെ നമ്മൾ അവോയ്ഡ് ചെയ്യുക, അതുമല്ലെങ്കിൽ അവരെ നമുക്ക് നഷ്ടപ്പെടുക എന്ന് പറയുന്നത് നമുക്ക് സഹിക്കുന്നതിനും അപ്പുറമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു വേദന അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന രാധ എന്ത് ചെയ്യുകയാണ്? സ്വശരീരം, സ്വന്തം ശരീരം ശീതളമിവ പ്രാപ്തും. ഓക്കെ, ശീതളം എന്ന് പറഞ്ഞാൽ തണുപ്പാണ്. തണുപ്പിനെ പ്രാപിക്കുവാൻ വേണ്ടിയിട്ട്, തണുപ്പിനെ പ്രാപിക്കുവാൻ ചന്ദനലേപം കരോതി. എന്താണ് ചന്ദനലേപം? ചന്ദനലേപം എന്ന് പറയുന്നത്, ചന്ദനം അറിയാലോ അല്ലെ, ചന്ദനലേപം എന്ന് പറയുന്നത് പുരട്ടുക. അപ്പൊ ചന്ദനം ഇങ്ങനെ പുരട്ടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ചന്ദനലേപം കരോതി, ചന്ദനം ഇങ്ങനെ പുരട്ടുന്നു. ചന്ദനം എന്താണ് ഉണ്ടാക്കുന്നത്? നമുക്ക് ശരീരത്തിൽ ഒരു കുളിർമ അല്ലെങ്കിൽ തണുപ്പ് തരികയാണ് ചന്ദനം ചെയ്യുന്നത്. ഈ പ്രസവരക്ഷയൊക്കെ എടുക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? ഓൾറെഡി പ്രസവമൊക്കെ കഴിഞ്ഞിരിക്കുന്ന ഒരാൾക്ക് നമ്മൾ ചന്ദനമൊക്കെ പുരട്ടി കൊടുക്കുന്നതായിട്ട് കാണാം. ഓക്കെ, എന്തുകൊണ്ടാണ് അത് പുരട്ടുന്നത്?
നമ്മൾ പുരട്ടുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ശരീരത്തിന് ഒരു പുഷ്ടിപ്പെടുത്തുക അല്ലെങ്കിൽ തണുപ്പിക്കുക എന്നൊരു ഉദ്ദേശം കൊണ്ടാണ് ഈ ചന്ദനലേപം പുരട്ടുന്നത്. മനസ്സിലായല്ലോ? യെസ്. ശരീരേ സ്ഥിതാഹ ചന്ദനലേപഃ അപി വിഷമയം പശ്യതി സാ. എന്താണ് പറയുന്നത്? അത്രയും വേദനയിൽ, അത്രയും കടുപ്പത്തിലുള്ള, അത്രയും വേദനാജനകമായിട്ട് ഇരിക്കുന്ന ആ ഒരു പ്രണയത്തിന്റെ തീവ്രതയാണ് അവിടെ കാണിക്കുന്നത് അല്ലെ. അത്രയും വേദനയിൽ ഇരിക്കുന്ന നമ്മുടെ രാധ ശരീരേ സ്ഥിതാഹ, ശരീരത്തിലുള്ള ചന്ദനലേപം ആരാണ് ഇങ്ങനെ പുരട്ടുന്നത്? സ്വന്തമായി പുരട്ടുകയല്ല ചെയ്യുന്നത്, തോഴിമാരൊക്കെ ഇങ്ങനെ പുരട്ടി കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് പോലും ഇത്രയും താപത്തിലിരിക്കുന്ന അല്ലെങ്കിൽ ഇത്രയും വേദനാജനകമായിട്ട് ഇരിക്കുന്ന നമ്മുടെ രാധ ശരീരേ സ്ഥിതഃ ചന്ദനലേപ, ശരീരത്തിൽ ഉണ്ടാകുന്ന ഈ ഒരു ചന്ദനലേപം വിഷമയം പശ്യതി, വിഷം പോലെ അവൾക്ക് ഫീൽ ചെയ്യുന്നു, വിഷമായിട്ട് അവൾ കാണുന്നു. സാ അല്ലെ, സാ എന്ന് പറയുന്നത് ഇവിടെ ആരാണ്? നമ്മുടെ രാധയെ. രാധ എന്ത് ചെയ്യാണ്? വിഷമായിട്ട് തോന്നുകയാണ് ചെയ്യുന്നത്. തണുപ്പിക്കാൻ ഉപയോഗിക്കുന്ന ചന്ദനലേപം പോലും അവൾക്ക് വിഷമായിട്ട് തോന്നുന്നു. വിരഹിണ്യാഹ തസ്യാഹ ശരീരേ, വിരഹത്തോട് കൂടിയിട്ടുള്ള, നമ്മൾ പറയില്ലേ വിരഹം കൊണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു പെയിൻ വരുന്ന സമയത്ത് നമ്മൾ പറയും എൻ്റെ മനസ്സിങ്ങനെ വിങ്ങി പൊട്ടുകയാണ്, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല, എൻ്റെ മനസ്സിലെ തീ ഇങ്ങനെ ആളി കത്തുകയാണെന്നൊക്കെ പറയും. അപ്പൊ അത് തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. വിരഹിണ്യാഹ തസ്യ ശരീരേ, വിരഹണ്യം എന്ന് പറഞ്ഞാല് വിരഹത്തോട് കൂടിയിട്ടുള്ള അവളുടെ ശരീരം കേവലം ലേപനമപി സൂടും സ അസമർത്ഥാഹ ഇതി കവിഹി ബോധയതി. എന്താണ്? കേവലം ലേപനം, ഈ ലേപനം ചെയ്യുന്ന മഞ്ഞളിനെ പോലും സൂടും, അത് സഹിക്കുവാൻ വേണ്ടിയിട്ട് സ അസമർത്ഥ ഇതി കവി ബോധയതി, അവൾ അസമർത്ഥയാണ് എന്ന് കവി പറയുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, മഞ്ഞളിന്റെ ആ ഒരു തണുപ്പിനെ പോലും സഹിക്കാൻ വേണ്ടിയിട്ട് വിരഹത്തോട് കൂടിയിട്ടുള്ള ഈ രാധയ്ക്ക് അസമർത്ഥമാകുന്നു. സഹിക്കുക എന്നാണ്. സോഡും എന്ന് പറഞ്ഞാൽ സഹിക്കുക. സഹിക്കാൻ വേണ്ടി അവൾക്ക് അസമർത്ഥമാകുന്നു, സമർത്ഥത അല്ലാതാകുന്നു, അല്ലെങ്കിൽ സമർത്ഥമില്ലാതെയാകുന്നു, അവൾക്ക് കഴിയാതിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. അത്യന്തം ഭാവാത്മകേന വർണ്ണിതാഹ ഇതം കാവ്യം മമ മനോപി ആർദ്രതാം ശനയതി. അത്യന്തം ഭാവാത്മകമായിട്ട് വർണ്ണിക്കുന്ന ഈ ഒരു കവിത, ഈ ഒരു കാവ്യം എന്ന് പറയുന്നത്, ഈ ഒരു ശ്ലോകങ്ങൾ എന്ന് പറയുന്നതൊക്കെ തന്നെയും മനോപി ആർദ്രതാം ജനയതി, മനസ്സിൽ ഒരു നനവുണ്ടാക്കുന്നു. ആർദ്രത എന്ന് പറയുന്നത് നനവ് എന്നുള്ള അർത്ഥമാണ്. അപ്പൊ മനസ്സിലൊരു നനവുണ്ടാക്കുന്നു. കാരണം അത്രയും വിഷമിച്ചിരിക്കുന്ന രാധയുടെ ആ ഒരു അവസ്ഥ എന്ന് പറയുന്നത് വളരെ പെയിൻഫുൾ ആണ്. അപ്പൊ ആ പെയിൻഫുൾ ആയിട്ടിരിക്കുന്ന ഒരു ഡിപ്രഷൻ മോഡിലേക്ക് പോകുന്ന രാധയുടെ അവസ്ഥയെ വളരെ നല്ല രീതിയിൽ വിവരിക്കുന്ന കാവ്യമാണ് ശ്രീ ജയദേവന്റേത് എന്നാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. മനസ്സിലായല്ലോ മക്കളെ? ഇത്രയും കാര്യങ്ങളാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ ഒരു ആസ്വാദന മാതൃകയിൽ നിങ്ങൾക്ക് നൽകാനുള്ളത്. കൃത്യമായിട്ട് ഇതിൻ്റെ ഓരോ വരികളും എല്ലാ വരികൾക്കും വേണ്ടിയിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ പഠിച്ചിട്ട് പോവുക കേട്ടോ. അതുകൊണ്ട് തന്നെ നിങ്ങൾ പഠിച്ചിട്ട് പോവുക. ഒട്ടും പേടിക്കേണ്ടതില്ല. ഒരു ആസ്വാദന ടീക വന്നാൽ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതിന്റെ കൃത്യമായ ഉത്തരമാണിത്. യെസ്. അപ്പോൾ താങ്ക് യു.